ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഡയാന്തസ് ചെടിയെ കുറിച്ചാണ് കേട്ടോ. അതായത് നമുക്ക് ഒക്ടോബർ മാസം മുതൽ മെയ് മാസം വരെ നല്ല രീതിയിൽ പൂവുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഡയാന്തസ് എന്ന് പറയുന്നത്. നമ്മൾ മഴക്കാലത്തും അത്യാവശ്യം മഴ കൊള്ളാത്ത രീതിയിലൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനകത്ത് പൂവിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ടൈപ്പ് ഡയാന്തസ് ആണ് കേട്ടോ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അതിനകത്ത് രണ്ട് ടൈപ്പിലെ കുറച്ച് ചെടികൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഈ ഡയാന്തസിനകത്ത് കാണാൻ കഴിയും. ഇത് വേറൊരു വെറൈറ്റീസ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അത് നല്ല റയർ ഷെയ്ഡുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്തരം ചെടികൾ നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നോക്കിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഡയാന്തസ്. നമുക്കിതിനകത്ത് ഓവറായിട്ട് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം കുറഞ്ഞ രീതിയിൽ നമുക്ക് നിർത്തിക്കളയണേ. അത് പിന്നെ മണ്ണിൻ്റെ ഉണക്കമൊക്കെ നോക്കിയിട്ട് വേണം നമുക്കതിനകത്ത് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിത് കാണിക്കുന്നത് ഇനി ചെറിയതായിട്ട് ഡയാന്തസ് നടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം ഒരു ഇടത്തരം വലിപ്പമുള്ള ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഡയാന്തസ് ചെടി വെക്കുകയാണ്. പ്രത്യേകിച്ച് പോട്ടി മിക്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. സാധാ ചുമന്ന മണ്ണിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ട മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം. വെയിൽ കൊള്ളാത്ത രീതിയിൽ നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇതിന് തണലത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു 5-6 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു വെയിലുള്ളിടത്തേക്ക് വേണം കേട്ടോ നമ്മളിത് വയ്ക്കാനായിട്ട്. ഡയാന്തസ് ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം വേണം. പിന്നെ അത് സൂര്യപ്രകാശം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇല കരിഞ്ഞു തുടങ്ങും. അപ്പോൾ അതിനെ ഇടവരുത്താതെ മണ്ണ് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഡയാന്തസിൽ വെള്ളം കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പടർന്നു വരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനത്തെയൊക്കെ പരപ്പുള്ള ചട്ടി നോക്കിയിട്ട് നമുക്കിത് വെക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം വേരൊക്കെ നന്നായിട്ട് ഓടാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തണ്ട് വെച്ചിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ വിത്ത് ഉണങ്ങി വരാൻ നമ്മൾ നിൽക്കരുത്. കാരണം അത്രയും ഉണക്കത്തിൽ വരുമ്പോഴേക്കും നമ്മുടെ ചെടി നാശമായി പോകും. അപ്പോൾ അതിന് മുന്നേ ഇത് കരിഞ്ഞു വരുന്ന മുട്ടുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഈ കരിഞ്ഞ മുട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പൂ വരാൻ വേണ്ടിയിട്ടുള്ള മുട്ടകളുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഈ മുട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തളിർപ്പ് വന്നിട്ട് നമ്മുടെ ഡയാന്തസ് ചെടി നന്നായിട്ട് പടർന്ന് നിറയെ പൂക്കളായിട്ട് നമുക്ക് തരും. മഴക്കാലത്ത് നമ്മളധികം മഴ കൊള്ളിക്കാതെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാലം ചെടി നോക്കി നടത്താം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാതെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. വെറുതെ മണ്ണിനകത്ത് 15 ദിവസമൊക്കെ നമുക്ക് തണലത്ത് വെച്ചിട്ട് വേരൊക്കെ ശരിയായി ചെടിയെല്ലാം നല്ല ഉഷാറോട് കൂടി വരുമ്പോൾ നമുക്കിതിനകത്തൊരു 15 ദിവസം 20 ദിവസം ഗ്യാപ്പിൽ NPK വളങ്ങളോ മറ്റേതെങ്കിലുമൊക്കെ നമുക്ക് വളങ്ങളായിട്ട് കൊടുക്കാം കേട്ടോ. ജൈവവളവും കൊടുക്കാം, രാസവളവും കൊടുക്കാം. പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ അധികമായിട്ട് വളത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് വരില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ അത്രയും മതി ഈ ചെടിക്ക്. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡയാന്തസ് ചെടിയെക്കുറിച്ചിട്ട് ഇന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പ്ലാന്റ്സ് വേണ്ടവർ നമുക്ക് ബുക്ക് ചെയ്തോളൂ കേട്ടോ. 2 ടൈപ്പാണ് ഇത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറൊരു ടൈപ്പാണ്. ബാക്കി ഇതുവരെ കാണിച്ചത് പ്ലാന്റ്സ് എല്ലാം ഒരേ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പിലാണ് നമുക്ക് പ്ലാന്റ്സ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ കഴിയും. അതുകൂടി പറയാൻ വിട്ടുപോയി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പടർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഹാങ് ചെടിയായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു കുഞ്ഞത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.